ഫണ്ണി സീരീസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. വാട്ട്സ് ഇൻ മൈ ബാഗ് റിച്ച് വേഴ്സസ് നോർമൽ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാഗ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ആരും കണ്ട് ഞെട്ടരുത്. നല്ല ബ്ലാക്ക് കളറായിട്ട് ലെതറിൻ്റെ ആണ്. ഇതിന് പ്രൈസ് വരുന്നത് 45,000 ആണ്. ഇതിൽ വലിയ വലിയ ബ്രാൻഡിൻ്റെ ആണ്, പേരെനിക്കറിയില്ല, ലെതറിൻ്റെ ആണ്. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബാഗിൻ്റെ ഉള്ളിലത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ബാഗ് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാഗ്. നല്ല ഞാനിതിന് ശരിക്കും ഇതിന് കവർന്നാണ് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. കണ്ട, ഇത് ഞാൻ പൈസ എടുത്ത് വാങ്ങിച്ചതല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചി എനിക്ക് തന്നതാട്ടോ. ഇത് 2 കൊല്ലം ഞാൻ യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള കണ്ട തീരെ കേടായിട്ടൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ എൻ്റെ വാലറ്റ് കാണിച്ചത്, എൻ്റെ പേഴ്സ്. ഇതാണ് എൻ്റെ പേഴ്സ്. ഒരു ഗ്രീനിഷ് കളറാണ്. അപ്പൊ എൻ്റെ കയ്യിൽ അങ്ങനെ മണിയൊന്നുമില്ല. ഞാൻ എൻ്റെ ബാങ്കിൽ വെച്ചിരിക്കുകയാണ്. ആകെ ഒരു 10 രൂപയുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കാർഡ്സ് ആണ്. എല്ലാവർക്കും എൻ്റെ വാലറ്റ് ഇഷ്ടമായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ബാഗിലത്തെ ഒരു പേഴ്സ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പേഴ്സ്. അപ്പൊ ഇതിൽ കുറച്ച് ചില്ലറകളും പൈസ ഉണ്ട്. ഞാൻ ഇത് പണിക്ക് പോകുമ്പോ അല്ല പൈസ ഇതില്ലാണ്ട് എടുത്ത് വെക്കുക. ഇത് അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം. എത്ര യൂസ് ചെയ്തത് കേടാവില്ല. നിങ്ങളിതിൽ ഒന്ന് ഇതിൽ പൈസ ഒക്കെ ഇട്ടിട്ടൊന്ന് നോക്കി നോക്കട്ടെ. നല്ല തീരെ കേടാവില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എന്നെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫോണാണ്. ഇതാണ് എൻ്റെ ഫോൺ. അല്ല, iPhone 13 Pro ആണ്. എനിക്കിതൊന്നും വരാണ്ട് ഒരു ഫോണും കൂടി ഉണ്ട്. അപ്പൊ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് എൻ്റെ ഫോൺ. ഇതെന്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. നല്ലൊരു ഫോണാണ് ഇത്. എൻ്റെ എല്ലാവർക്കും വിളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫോണാണ്. ഇത് ഞാനൊരു 5 വർഷത്തോളമായിട്ടായി ഞാൻ ഉപയോഗിക്കുന്ന നല്ല അടിപൊളി ഫോണാട്ടോ. എല്ലാവരും വിളിക്കാൻ പറ്റും. പോകുന്നത് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മളെ ഫൗണ്ടേഷൻ ആണ്. പിന്നെ ലിപ് ബാം ആണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഷേപ്പ്. ഒരു ചേർപ്പാട്ടെ ഞാന്. അല്ലെങ്കിൽ എന്റെ കാണാൻ നല്ല ഭംഗിയല്ലേ. കാരണം പൗഡറും ഈ കണ്ണെഴുതൊന്നും ഞാൻ എഴുതാറില്ല. കാരണം ഞാൻ ഭംഗിയല്ലേ അല്ലേ. ഞാൻ പുറത്ത് പോകുമ്പോ കുറച്ച് ഭക്ഷണമൊക്കെ വെക്കാറുണ്ട്. ഭക്ഷണമല്ല, ഇത് വെള്ളം. ഞാൻ ബസ്സിലൊക്കെ യാത്ര എനിക്ക് അങ്ങനെ വിശക്കൊന്നുമില്ല കേട്ടോ. ഒരു കുപ്പി വെള്ളം വെക്കും. പിന്നെ ഞാന് ഈ ഒരു കുഞ്ഞൊരു പാത്രം വെക്കും, സ്റ്റീലിന്റെ. പിന്നെ ഞാൻ പണിക്കൊക്കെ പോണല്ലേ, അപ്പൊ ഇതിൽ ഞാൻ ഭക്ഷണമാക്കി വെക്കും. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ നട്ട്സ് ആണ്. ഞാൻ ഭയങ്കര ഇച്ചിരി ഹെൽത്തിയാണ്. പിന്നെ ഞാൻ ലേസ് വെച്ചിട്ടുണ്ട്, ലേസ്, പലതരം ലേസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഫുഡ് ഐറ്റംസ് ആയിട്ട് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും ഞാൻ വെക്കുന്നില്ല. എനിക്ക് ഇച്ചിരി ഒരു ഫുഡിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് മാത്രമാണ് വെക്കാറുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് എക്സ്ട്രാ ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇത്
വേസ്റ്റ് ഒക്കെ വയ്ക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളായിട്ട് നമുക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ നേരത്തെ നമ്മൾ വായ നാട്ടാച്ചെങ്കിൽ നമുക്ക് ഒരു ബ്രഷും പേസ്റ്റും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ എക്സ്ട്രാ ഐറ്റംസ് കൂടാണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കവറ്, ഇതല്ല വീട്ടമ്മമാർക്കുള്ള ഒരു കവറാണ്. ഇത് എന്തിനാ എനിക്കറിയില്ല, എന്തിനൊക്കെ സാധനങ്ങളല്ല ഇതിലൊക്കെ വെക്കാനുണ്ടാവില്ലേ. അപ്പോൾ ഇതൊരെണ്ണം. പിന്നെ ഈ ബില്ല് ഇത് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പിത്തെ കറണ്ട് ബില്ലാണ്. ഇതെന്താ എനിക്കറിയാൻ പാടില്ല. പിന്നെ ഒരു നാരങ്ങ. പിന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യണല്ലോ, ഛർദ്ദിക്കാനൊക്കെ വരികയെ. അപ്പോൾ ഇത് പിന്നെ ഒരു കവറും കൂടി ഉണ്ടായിരുന്നിട്ട് അത് എവിടെയാണെന്ന് അറിയില്ല, പിള്ളേർക്ക് എടുത്ത് കളിക്കണമല്ലേ.